സമൂഹത്തിൽ സ്ത്രീകൾ ആരോഗ്യപരമായ വിഷയങ്ങളിൽ തുറന്നു പറയാൻ മടിക്കുന്നു അല്ലെങ്കിൽ സാധാരണമായിട്ടുള്ളൊരു കാര്യമാണ് വെള്ളപ്പോക്ക് അല്ലെങ്കിൽ ലൂക്കോറിയ എന്ന് പറയുന്നത്. ഇത് എത്രത്തോളം സാധാരണമാണ്, അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും രോഗങ്ങളുടെ ലക്ഷണമാണോ, എപ്പോഴാണ് നമ്മൾ ഡോക്ടറെ കാണുന്നത്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അല്ലെങ്കിൽ പലതരത്തിലുള്ള സംശയങ്ങളും സ്ത്രീകൾക്ക് ഉണ്ടാവും. എന്നാൽ മടി കാരണം പലരും ഇതിനെക്കുറിച്ച് സംസാരിക്കാറില്ല, മറ്റുള്ളവരോട് ഷെയർ ചെയ്യാറില്ല. പലതരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെ ഈ സംശയങ്ങളൊക്കെ ഒന്ന് ദൂരീകരിച്ചെടുക്കാം. ഞാൻ ഡോക്ടർ നദീദ, ഡോക്ടർ ബാസിൽ സോമി ഹോസ്പിറ്റൽ, പാട്ടിക്കാട്, മലപ്പുറം ജില്ല. വെള്ളപ്പോക്ക് ഒരു സാധാരണമായിട്ടുള്ള ശാരീരിക പ്രക്രിയയുടെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ്. അതായത് നമ്മുടെ യോനിയിൽ ക്ലീനിങ് പ്രോസസ്സിൻ്റെ വഴി ഉണ്ടാവുന്നതാണ് ഈ യോനീസ്രവം. ഇത് ആ ഭാഗങ്ങൾ ഡ്രൈ ആവാതെ നോക്കുന്നതും അണുബാധ വരുത്താതെ നോക്കുന്നതും ഒക്കെ ഈ ഒരു നനവ് അല്ലെങ്കിൽ ഈ ഒരു യോനീസ്രവങ്ങളാണ്. പക്ഷെ അത് സാധാരണമായും അസാധാരണമായും ഒക്കെ വരാറുണ്ട്. സാധാരണമായിട്ടുള്ള യോനീസ്രവങ്ങളെ നമ്മൾ ഫിസിയോളജിക്കൽ ലൂക്കോറിയ എന്നാണ് പറയുന്നത്. പല സാഹചര്യങ്ങളിലും ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. മറ്റൊരു തരത്തിലുള്ളത് അസാധാരണമാണ്, അതായത് ഇൻഫ്ലമേറ്ററി ലൂക്കോറിയ എന്ന് നമ്മൾ പറയും. സാധാരണമായിട്ടുള്ള ലൂക്കോറിയ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ലൂക്കോറിയ എന്ന് പറയുന്നത് നേർത്തതാകാം, വഴുവഴുത്തതാകാം, വെള്ള കളറാവാം. അതിന് പ്രത്യേകിച്ച് മണങ്ങളോ ഒന്നും ഉണ്ടാവില്ല, കളറിന് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇത് നോർമലി നമ്മളെ ശരീരത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുമ്പോൾ വരുന്നതാണ്. അതായത് നമ്മൾ ഓവുലേഷൻ ടൈമിൽ, അല്ലെങ്കിൽ ചിലർക്ക് പീരിയഡ്സിനോട് അടുപ്പിച്ച്, അല്ലെങ്കിൽ പ്രഗ്നൻസി ടൈമുകളിൽ വരാറുണ്ട്. സെക്സിന് ശേഷം ഇങ്ങനെയുള്ള സ്രവങ്ങൾ നോർമലി കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ നോർമലായിട്ട് നമ്മൾ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ, ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ വരുന്നതാണ് ഈ ഒരു യോനിസ്രവം. മറ്റൊന്ന് ഞാൻ പറഞ്ഞല്ലോ, അസാധാരണം അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ലൂക്കോറിയ എന്ന് പറയും. ഇത് അണുബാധയുടെയൊക്കെ ഭാഗമായിട്ടാണ് നോർമലി വരുന്നത്. അത് നമുക്ക് മനസ്സിലാകുന്നത് അതിൻ്റെ കളറിലുള്ള വ്യത്യാസങ്ങൾ തന്നെയാണ്. അതായത് ചിലപ്പോൾ മഞ്ഞ കളറായിരിക്കാം, ചാര നിറത്തിലാവാം, തൈര് പോലെ കട്ടയായിട്ടുള്ളതാവാം, വളരെ അസഹനീയമായ ഗന്ധം ഉണ്ടാവും, നമുക്ക് സഹിക്കാൻ കഴിയാത്തൊരു ഗന്ധം ഉണ്ടാവും. നോർമലി നമ്മുടെ അടിവസ്ത്രങ്ങൾ നനയുന്ന രീതിയിൽ അത്രത്തോളം അളവിൽ ചിലപ്പോൾ അത് വരാം. ഇതിൻ്റെ കൂടെ നമുക്ക് യോനിയിൽ ചൊറിച്ചിൽ, പുകച്ചിൽ, വേദനകളൊക്കെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സഹിക്കാൻ കഴിയാത്തൊരു ഗന്ധമായിരിക്കും ഈ ഒരു അസാധാരണ അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ലൂക്കോറിയൊക്കെ ഉണ്ടാവുക. ഇതിന് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. നോർമലി നമ്മൾ ഇൻഫെക്ഷൻസ് വരുമ്പോഴാണ് ഈ ഒരു ലൂക്കോറിയ വരുന്നത്. ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആവാം, അതായത് ബാക്ടീരിയൽ വജൈനോസിസ് പറയും, അല്ലെങ്കിൽ ഈസ്റ്റ് ഇൻഫെക്ഷൻ, ഫംഗൽ കാൻഡിഡിയാസിസ് പറയും. ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസിൽ നമുക്കിതുപോലെ അസാധാരണമായിട്ട് ലൂക്കോറിയ വരാറുണ്ട്. നമ്മൾ ഏതെങ്കിലും സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ ഈ സ്രവങ്ങൾ ഇതുപോലെ വെള്ളപ്പോക്ക് അസുഖമായിട്ട് മാറാറുണ്ട്. നമ്മുടെ യോനിയിലെ pH എന്തെങ്കിലും ചേഞ്ചസ് വരുമ്പോൾ നമുക്കത് വെള്ളപ്പോക്കിലേക്ക് നയിക്കാറുണ്ട്. അതായത് നമ്മൾ ഹാർഡായിട്ടുള്ള സോപ്പോ ഡിറ്റർജൻറ്റോ ഉപയോഗിച്ച് നമ്മൾ ആ ഭാഗങ്ങൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ pH ഇംബാലൻസ് അല്ലെങ്കിൽ pH ഒരു ചേഞ്ച് വരും. ഇത് നമുക്ക് വെള്ളപ്പോക്ക് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കും. അതുപോലെ സ്ഥിരമായിട്ട് ആൻറ്റിബയോട്ടിക്സ് എന്തെങ്കിലും സ്ഥിരമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ വെള്ളപ്പോക്കിന് കാരണമാവും. ചിലർക്കാണെങ്കിൽ പോഷകാഹാരക്കുറവ്, പിന്നെ വെള്ളത്തിൻ്റെ കുറവൊക്കെ നമുക്കത് പതിയെ വെള്ളപ്പോക്ക് എന്നുള്ള ഒരു ലൂക്കോറിയ എന്നുള്ള ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കാറുണ്ട്. ലൂക്കോറിയ ഏത് തരത്തിലാണ് അല്ലെങ്കിൽ വെള്ളപ്പോക്ക് ഏത് തരത്തിലാണെന്നുള്ള നമ്മൾ മനസ്സിലാക്കുന്നത് നോർമലി ശാരീരിക പരിശോധനയിലൂടെയാണ്. അതിൻ്റെ നിറം, അല്ലെങ്കിൽ എത്രത്തോളം കട്ടിയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ കൺഫേം ചെയ്യുന്നത്. നമുക്കിതുപോലെ തന്നെ വെറ്റ് മൗണ്ട് പോലുള്ള മൈക്രോസ്കോപ്പി എക്സാമിനേഷൻ വഴിയോ നിസ്രവം എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ബാക്ടീരിയ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ ആണ്, അല്ലെങ്കിൽ വൈറസിൻ്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണോ ഇങ്ങനെ ഉണ്ടാകുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി നമുക്കിത് എങ്ങനെ നിയന്ത്രിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് വ്യക്തിശുചിത്വം തന്നെയാണ്. നന്നായിട്ട് വാഷ് ചെയ്യുക, അതായത് മുന്നിൽ നിന്നും പിന്നിലോട്ടായിരിക്കണം നമ്മളെപ്പോഴും വാഷ് ചെയ്യുന്നത്. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഏരിയ എപ്പോഴും ഡ്രൈ ആയിട്ട് വെക്കുക എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ കോട്ടൺ വസ്ത്രങ്ങളായിരിക്കണം. ഒരു 6 മാസം വെച്ച് നമ്മളത് ചേഞ്ച് ചെയ്യുകയും വേണം. നമ്മൾ എക്സസൈസ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അടിവസ്ത്രങ്ങൾ നനഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ, അല്ലെങ്കിൽ അതൊക്കെ ഒരു ഈസ്റ്റ് ഇൻഫെക്ഷനൊക്കെ നമുക്ക് കാരണമാവും. അത് പിന്നെ ലൂക്കോറിയയിലേക്കാണ് എത്തുക. അപ്പോൾ അത് നമ്മൾ ചേഞ്ച് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക. അതുപോലെ തന്നെ നമ്മൾ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പാഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അത് എപ്പോഴാണ് മാറ്റേണ്ടതെന്നുള്ളത് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ അത് മാറ്റുക തന്നെ, പ്രോപ്പറായിട്ട് മാറ്റുക. പ്രോബയോട്ടിക് അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക, അതായത് തൈര്, മോരുള്ള ഭക്ഷണങ്ങളൊക്കെ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പോഷകാഹാരക്കുറവ് നമുക്ക് വരാതെ മാക്സിമം നോക്കുക. ധാരാളം വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഡെയിലി എക്സസൈസ്, യോഗ അല്ലെങ്കിൽ ബ്രിക്ക് വാൾ എക്സസൈസ് ഒക്കെ ഡെയിലി ചെയ്യുന്നത് ഈ ബുദ്ധിമുട്ടുള്ളവർക്ക് അതൊന്ന് കൺട്രോളിൽ കൊണ്ടുവരാൻ നമ്മളെ സഹായിക്കും. ഈ വെള്ളപ്പൊക്കിൻ്റെ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് അനുഭവിക്കുന്നവർക്ക് നമുക്ക് വീട്ടിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. അതായത് നമുക്ക് ഉലുവവെള്ളം രാത്രി ഉലുവ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അത് രാവിലെ എടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹോർമോൺ ഇംബാലൻസിൻ്റെ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ലൂക്കോറിയ വരുന്നതെങ്കിൽ അത് നമുക്ക് കൺട്രോളിൽ കൊണ്ടുവരാൻ കഴിയും.
മറ്റൊന്ന് നമുക്ക് ആര്യവേപ്പിട്ട വെള്ളം ആ ഒരു ഭാഗം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അണുബാധയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കൺട്രോളിൽ വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തിട്ടും ലുക്കോറിയുടെ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ അസഹനീയമായ ദുർഗന്ധം, അല്ലെങ്കിൽ കട്ടിയായിട്ട് പോവുക, തൈര് പോലെ പോവുക, എന്തെങ്കിലും കളർ ചേഞ്ച്, പുകച്ചിൽ, ചൊറിച്ചിൽ, അടിവയറ്റിൽ വേദന, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ സ്ഥിരമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറെ പരിശോധന അല്ലെങ്കിൽ ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് ഇത് എന്താണെന്നുള്ളതൊന്ന് കൺഫേം ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോമിയോപ്പതിയിൽ അതിന് ഫലപ്രദമായ ചികിത്സയുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾക്കും സംശയങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ നദീത.